നമസ്കാരം. നെയ്യാറ്റിൻകരയിലെ രാജൻ അമ്പിളി ദമ്പതികളെ മലയാളികൾക്ക് അങ്ങനെ പെട്ടെന്ന് മറക്കാൻ കഴിയില്ല. കോടതിയുടെ പരിഗണനയിലുള്ള കേസ് പരാജയപ്പെടുമെന്ന ഭീതിയിൽ കുടിയൊഴിപ്പിക്കലിനിടെ തീ കൊളുത്തി ആത്മഹത്യ ചെയ്യുകയായിരുന്നു ഇരുവരും. അന്ന് കേരളത്തിൽ വൻ കോളിളക്കം സൃഷ്ടിച്ച ഒരു സംഭവമായിരുന്നു ഇത്. ഇപ്പോഴിതാ തീ പൊള്ളലേറ്റ് മരിച്ച ദമ്പതികളുടെ കല്ലറ പൊളിക്കാൻ മകന്റെ ശ്രമം. വെൺപകൽ പൊങ്ങിൻ നേട്ടത്തോളം കോളനിയിൽ രാജൻ അമ്പിളി ദമ്പതികളെ സംസ്കരിച്ച കല്ലറയാണ് ഇളയ മകൻ രഞ്ജിത്ത് കഴിഞ്ഞ ദിവസം പൊളിക്കാൻ ശ്രമിച്ചത്. സർക്കാരിനെ വിശ്വസിച്ചത് അബദ്ധമായെന്ന് രഞ്ജിത്ത് പറയുന്നു. കോടതി നടപടികൾ തുടരുകയാണെന്നും വിധി വരാൻ വൈകുമെന്നും കേസിലെ അഭിഭാഷക പറഞ്ഞു. ഭൂമി സംബന്ധിച്ച കേസിൽ കോടതിയുടെ മുൻ ഉത്തരവ് തുടരാൻ അറിയിപ്പ് ലഭിച്ചെന്ന് ആരോപിച്ചായിരുന്നു രഞ്ജിത്തിന്റെ പ്രതികരണം. രഞ്ജിത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: കോടതിയിൽ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. കോടതി എന്ന് വെച്ച പാവപ്പെട്ട ജനങ്ങൾക്ക് നീതി കൊടുക്കാൻ വേണ്ടിയുള്ള സംഭവമാണ് കോടതി. അതായത് നമ്മൾ ഭൂമിയിൽ ജനിക്കുന്നുണ്ട് മനുഷ്യൻ എന്ന വ്യക്തി. അപ്പോൾ ഭൂമി എന്നത് മനുഷ്യന് സ്വന്തമാണ്. അതിനെ സംരക്ഷിക്കാനും ആവശ്യമുള്ളവർക്ക് കൊടുക്കാനും വേണ്ടി ജനങ്ങൾ തീരുമാനിക്കുന്നതാണ് സർക്കാരും കോടതി എന്ന് പറയുന്നതായാലും. അപ്പോൾ എൻ്റെ അച്ഛനും അമ്മയും മരിച്ചത് നിങ്ങൾ എല്ലാവരും വന്ന് കണ്ടതാണ്. നിങ്ങൾ വിഷ്വലിൽ കാണാം. പോലീസുകാർ തട്ടിക്കൊണ്ടാണ് മരിച്ചത്. എന്നിട്ട് ആ പോലീസുകാരന്റെ പേരിൽ എന്ത് നടപടി എടുത്തു? ഇവിടുത്തെ നിയമം അപ്പോൾ എന്താണ്? അതെല്ലാം പോട്ടെ, സ്വന്തം അച്ഛനും അമ്മയും ഇല്ല, കോടതി കണ്ടോണ്ടിരിക്കുകയാണ്. പാവങ്ങളെ സഹായിക്കാൻ ഉള്ളതാണ് കോടതി. എന്നിട്ട് കോടതി എനിക്ക് ഈ സ്ഥലം തന്നു. അമ്മയും അച്ഛനും ഇല്ലാത്ത മകന് ഈ സ്ഥലം കൊടുത്തു. കോളനി എന്ന് പറഞ്ഞാൽ സർക്കാർ സ്ഥലമാണ്. സർക്കാർ സ്ഥലം പാവങ്ങൾക്കുള്ളതാണ്. എന്നിട്ട് അവർ എന്തു ചെയ്തു എന്ന് രഞ്ജിത്ത് ചോദിക്കുന്നു. 2020 ഡിസംബർ 22-നായിരുന്നു വിവാദമായ സംഭവം നടക്കുന്നത്. ഭൂമിയുടെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച് രാജനും അയൽവാസിയുമായി തർക്കമുണ്ടായിരുന്നു. രാജന് ഭൂമിയിൽ അവകാശമില്ലെന്നും ഒഴിയണമെന്നും കോടതിയുടെ ഉത്തരവുമുണ്ടായി. പിന്നാലെ വിധി നടപ്പാക്കാൻ അധികൃതരെത്തിയപ്പോഴാണ് രാജനും ഭാര്യ അമ്പിളിയും തീ കൊളുത്തി ജീവനൊടുക്കാൻ ശ്രമിച്ചത്. പൊള്ളലേറ്റ് ചികിത്സയിൽ കഴിഞ്ഞ ഇരുവരും ഡിസംബർ 28-ന് മരിച്ചു. മൃതദേഹങ്ങൾ സംസ്കരിക്കാൻ സ്ഥലമില്ലാത്തതിനെ തുടർന്ന് വിവാദമായ വീട്ടുമുറ്റത്ത് തന്നെ മൺവെട്ടിയുമായി ശവകുഴിയെടുക്കാൻ ആരംഭിച്ചത് അന്ന് +2 വിദ്യാർത്ഥിയായിരുന്ന രഞ്ജിത്ത് ആയിരുന്നു. രക്ഷിതാക്കൾ ഉറങ്ങുന്ന മണ്ണ് തനിക്കും ജ്യേഷ്ഠൻ രാഹുലിനുമായി നൽകണമെന്ന് മുഖ്യമന്ത്രി വാക്കു നൽകിയെന്നും അത് വിശ്വസിച്ചാണ് പണം കൊടുത്ത് ഭൂമി വാങ്ങി നൽകാമെന്ന് വാഗ്ദാനം നൽകിയ വ്യവസായ പ്രമുഖനെ മടക്കിയതെന്നും രഞ്ജിത്ത് പറഞ്ഞു. പിന്നീട് വീട് നിർമ്മിച്ചു നൽകാൻ 10 ലക്ഷം രൂപ സർക്കാർ അനുവദിച്ചെങ്കിലും ഭൂമി ഏറ്റെടുത്ത് നൽകിയില്ല. ഇതോടെ വീട് നിർമ്മാണം മുടങ്ങി. വൈദ്യുതി ഇല്ലാത്ത വീട്ടിൽ കഴിയുന്ന സഹോദരങ്ങളുടെ സ്ഥിതി മനസ്സിലാക്കിയ സന്നദ്ധ സംഘടന ഇവർക്ക് അതേ സ്ഥലത്ത് വീട് നിർമ്മിച്ചു നൽകി. വൈദ്യുതിക്ക് വേണ്ടി സോളാർ പാനലുകളും അവർ സ്ഥാപിച്ചു. നെയ്യാറ്റിൻകരയിൽ തർക്കഭൂമിയിലെ ഒഴിപ്പിക്കൽ നടപടിക്കിടെയാണ് രാജനും ഭാര്യ അമ്പിളിയും തീ കൊളുത്തിയത്. ആത്മഹത്യാ ഭീഷണി മാത്രമായിരുന്നു ലക്ഷ്യമെന്നും പോലീസ് ഇടപെട്ടതോടെയാണ് തീ കൊളുത്തേണ്ടി വന്നതെന്നും മരിക്കുന്നതിന് മുൻപായി രാജൻ മൊഴി നൽകിയിരുന്നു. നെയ്യാറ്റിൻകര പോങ്ങിൽ 3 സെന്റ് ഭൂമിയിൽ ഷെഡ് കെട്ടി താമസിക്കുകയായിരുന്നു രാജനും ഭാര്യയും 2 ആൺമക്കളും അടങ്ങുന്ന കുടുംബം. രാജൻ ഭൂമി കയ്യേറിയെന്നാരോപിച്ച് അയൽവാസി വസന്ത മുൻസിഫ് കോടതിയിൽ കേസ് നൽകിയിരുന്നു. സംഭവത്തിനും 6 മാസം മുൻപ് രാജനെതിരെ കോടതി വിധി പറഞ്ഞു. ഉത്തരവ് നടപ്പാക്കാനായി കോടതിയിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരും പോലീസും എത്തിയപ്പോഴായിരുന്നു രാജന്റെ ആത്മഹത്യാ ശ്രമം. ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ വെച്ച് ദേഹത്ത് മണ്ണെണ്ണ ഒഴിച്ച് അമ്പിളിയെയും കെട്ടിപ്പിടിച്ചു നിന്ന രാജൻ ആത്മഹത്യാ ഭീഷണി മുഴക്കിയിരുന്നു. രാജന്റെ കയ്യിലുണ്ടായിരുന്ന ലൈറ്റർ പോലീസ് തട്ടിത്തെറിപ്പിക്കാൻ ശ്രമിക്കുന്നതിനിടെ അബദ്ധത്തിൽ ദേഹത്തേക്ക് തീ പടരുകയായിരുന്നു.